ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വലിയ സവാള നന്നായി കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞതും, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വഴണ്ടി വരുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അത് അധികം എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കുറയ്ക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകും മല്ലിയെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറിയിൽ ഉരുളക്കിഴങ്ങ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോവും, ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ 1/4 ഭാഗമൊക്കെ എടുത്തിട്ടുള്ളൂ. കോളിഫ്ലവർ കുറച്ച് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഞാനിത് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ള കോളിഫ്ലവറാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. കോളിഫ്ലവർ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 3/4 ഭാഗത്തോളം വേവാകുമ്പോൾ മാത്രം കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഓപ്ഷനിലാണ്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരിക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവർ വെന്ത് വരുന്നതോട് കൂടി തന്നെ ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വരും. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം തന്നെ വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ എല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ താഴെ പഞ്ചസാരയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ്. ഈ പഞ്ചസാര ഇടുന്നത് ഈ മസാല എല്ലാം തന്നെ നന്നായി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മസാലയുടെ കുത്തൊന്നും നമുക്ക് അങ്ങനെ തോന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുമ്പോൾ. അതിനുശേഷം നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡിയായി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം തന്നെ കഴിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോളിഫ്ലവറിലൊന്നും ശരിക്കും മസാല പിടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കഴിക്കുക. അത്രയും സമയം നമ്മളിതിൽ മസാലയിൽ ഈ കോളിഫ്ലവർ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.